കർണാടക സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ദ്വിഭാഷാ നയം സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സൂചന നൽകിയിട്ടുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് 1968 ഈ തീരുമാനമെടുത്തു. തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ തമിഴും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിൽ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ദ്വിഭാഷാ നയത്തെ അനുകൂലിക്കുന്നു. മന്ത്രിസഭ ഈ വിഷയം ചർച്ച ചെയ്യും. സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഞായറാഴ്ച വൈകുന്നേരം ബാംഗ്ലൂരിൽ നടന്ന കന്നഡ രാജ്യോത്സവ ആഘോഷത്തിൽ സംസാരിക്കവേ സിദ്ധരാമയ്യ പറഞ്ഞു, സംസ്ഥാന സർക്കാർ ഹിന്ദിയെ എതിർക്കില്ല. പക്ഷേ ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയല്ല. കന്നഡ നമ്മുടെ പരമാധികാര ഭാഷയാണ്. ഔദ്യോഗിക ഫയലുകളിൽ തന്റെ അഭിപ്രായങ്ങൾ കന്നഡയിൽ എഴുതുകയും കന്നഡയിൽ ഒപ്പിടുകയും ചെയ്യുന്നത് പതിവായി കാണുന്ന മുഖ്യമന്ത്രി തന്റെ സഹകന്നഡികരോട് പുറത്തുനിന്നുള്ളവരുമായി പ്രാദേശിക ഭാഷയിൽ ഇടപഴകാൻ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതിനാൽ രാജ്യത്തെ മിക്ക സ്കൂളുകളും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലാണ് വരുന്നതെന്നും ഈ മാസം ആദ്യം വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രാജ്യസഭയെ അറിയിച്ചിരുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ പാഠ്യപദ്ധതികളിലും അധ്യാപനത്തിലും നയങ്ങളിലും വൈവിധ്യത്തെയും പ്രാദേശിക സാഹചര്യത്തെയും ബഹുമാനിച്ചിരിക്കുന്നുവെന്നും മന്ത്രി സൂചിപ്പിച്ചു.